ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മൈക്രോമാക്സിൻ്റെ A177 എന്ന് പറയുന്ന മോഡൽ എങ്ങനെ ഡീഅസംബ്ലി ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. അതിനാദ്യമായിട്ട് നമ്മൾ ബാക്ക് കവർ അഴിക്കുക. അതിനുശേഷം ഇതിൻ്റെ പുറകിലായിട്ട് 1, 2, 3, 4, 5, 6, 7, 8 സ്ക്രൂകളുണ്ട്. അതെല്ലാം അഴിക്കുക. എല്ലാ സ്ക്രൂകൾ അഴിച്ചെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ സൈഡിൽ നിന്ന് ചെറുതായിട്ട് ലോക്കുകളുണ്ട്. ആ ലോക്കുകൾ തിക്കി നൈഫ് വെച്ച് ഒന്ന് തിക്കി അഴിച്ചെടുക്കുക. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ ഈ ചാനലിലൂടെ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ തിക്കി അഴിക്കാവുന്നതാണ്. ഡിസ്പ്ലേയും ടച്ചിൻ്റെ സ്ട്രിപ്പ് വരുന്നവിടം തിക്കരുത്. അവിടെ തിക്കിയാൽ ചിലപ്പോൾ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വലത് സൈഡിൽ നിന്ന് തിക്കി അഴിക്കാവുന്നതാണ്. വലത് സൈഡിൽ ഒരു കണക്ടറും വരുന്നില്ല. പിന്നെ ഇനി നമുക്ക് അഴിക്കാനുള്ളത് ഇനി അകത്ത് 2 സ്ക്രൂ ഉണ്ട്. അത് പിന്നെ അഴിക്കാം. ആദ്യം നമുക്ക് ഡിസ്പ്ലേ ഒന്ന് വേർപെടുത്താം. ഡിസ്പ്ലേയുടെ കണക്ടർ പതുക്കെ ഒന്ന് പൊക്കുക. എന്നിട്ട് ഡിസ്പ്ലേ അതിൽ നിന്ന് വേർപെടുത്തിയെടുക്കുക. അതിനുശേഷം ആൻറ്റിനയുടെ വയർ നമുക്ക് 2 സ്ക്രൂ അഴിക്കാം. ഓൺ ഓഫ് സ്വിച്ച് ഒന്ന് അത് ഗമ്മിട്ട് വെച്ചേക്കുന്നതാണ്. ചെറുതായിട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക. അതുപോലെ തന്നെ വോളിയം സ്വിച്ചും ഒന്ന് ചെറുതായിട്ട് ഇളക്കി വയ്ക്കുക. ശേഷം നിങ്ങൾ ആ ടച്ച് ഒന്ന് റിമൂവ് ചെയ്യുക. ക്യാമറയും ഒന്ന് ആ സ്ട്രിപ്പ് മാത്രം ഒന്ന് പൊക്കി വയ്ക്കുക. ക്യാമറ ഇളക്കണമെന്നില്ല. ശേഷം ബോർഡ് പതുക്കെ ഇളക്കാവുന്നതാണ്. ബോർഡും ലേശം മുകളിലേക്ക് പൊക്കി വെച്ച് ഇതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഒരു മൈക്കൊക്കെ വരുന്ന ഒരു സ്ട്രിപ്പുണ്ട്. ആ സ്ട്രിപ്പ് ഇതിൻ്റെ അങ്ങേ സൈഡിലാണ്. അതൊന്ന് പിടിപ്പിക്കണം. അതിൻ്റെ കണക്ടർ ഒന്ന് പൊക്കി വെച്ച് ഒന്ന് പിടിപ്പിക്കാവുന്നതാണ്. അതിൻ്റെ ഇപ്പോൾ അടിയിലാണ് ഇരിക്കുന്നത്. ഒന്ന് വേർപെടുത്തിയെടുത്താൽ ബോർഡ് ഇങ്ങോട്ട് റിമൂവായി പോരുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ ബോർഡ് അഴിച്ചെടുക്കാം. എന്നിട്ട് അതിനകത്തുള്ള ഫാൾട്ടുകൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.